പറയുന്നത് ഭൂരിഭാഗം ആൾക്കാർക്കും പിടിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ വേടന്റെ ചില കാഴ്ചപ്പാടുകൾ ഈ സമൂഹത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല എന്ന്? അതായത് നമ്മൾ മറന്ന ജാതിബോധമൊക്കെ പുള്ളി വീണ്ടും നമുക്കുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുവാണ്. പലരിലും അത് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്, മറ്റു ചിലർക്കാകട്ടെ ജാതിബോധം വളർത്തുകയാണ്. നമസ്കാരം. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം അധികം ആർക്കും ദഹിക്കില്ല. പോരാതെ മിക്കവാറും എനിക്ക് നല്ലപോലെ പൊങ്കാല കിട്ടാനും വഴിയുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞിരിക്കും. എന്ത് തെറ്റും മറയ്ക്കാനായി ഇന്ന് ചിലർ ഉപയോഗിക്കുന്ന ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് ജാതി. എന്ത് കൊല ചെയ്താലും തല്ലുണ്ടാക്കിയാലും ലഹരി ഉപയോഗിച്ചിട്ട് പിടിച്ചാലും ഒടുവിൽ മോഷണ കേസിൽ പ്രതിയായാൽ വരെ ഞാനൊരു ദളിതനായതുകൊണ്ടല്ലേ എന്നോടിങ്ങനെ എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഒറ്റയടിക്ക് വിശുദ്ധനായി മാറും. എന്തേ ഞാൻ പറഞ്ഞതിൽ വല്ല എതിർപ്പുമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം. പതിവ് പോലെ നിങ്ങളുടെ സംസ്കാരം എന്റെ കമന്റ് ബോക്സിൽ തെളിയിക്കാം. എനിക്കൊരു വിഷയവുമില്ല. പറയാനുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും. അതായത് ഏറ്റവും ഒടുവിൽ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ OYOC എന്ന സ്ഥാപനത്തിൽ ഏകദേശം 69 ലക്ഷം രൂപ തട്ടിയെടുത്ത ആ 3 സ്ത്രീകൾ ദിയ ഞങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുമായിരുന്നു എന്നും പറഞ്ഞ് ഇപ്പോൾ വിശുദ്ധ ശമയാൻ നോക്കുകയാണ്. ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളിയും നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റി ആണ് ദിയക്ക്. നമ്മൾ ജാതി വ്യത്യാസം ദിയക്ക് ഉണ്ട്. ആഹാരം കഴിക്കുന്നത് പോലെ ദിയക്ക് പ്രശ്നമാണ്. അതൊക്കെ എന്താണ് ഇതിലെ ലോജിക് എന്നൊന്ന് പറഞ്ഞു തരാമോ? അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തൊഴിലില്ലാതെ വലയുന്ന നിരവധി സ്ത്രീകളുള്ള നമ്മുടെ നാട്ടിൽ സ്വന്തം സ്ഥാപനത്തിൽ 15,000 രൂപ ശമ്പളം കൊടുത്ത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള 3 കുട്ടികൾക്ക് തൊഴിൽ നൽകി അവരെ കൂടെ നിർത്തിയത് സത്യം പറഞ്ഞാൽ അവരുടെ ജാതി പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഈ വിഷയം ആയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏത് സവർണ മനോഭാവം ഉള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ശുദ്ധ തെമ്മാടിത്തരം, മോഷണവും തട്ടിപ്പും കാണിച്ച ശേഷം ജാതിക്കാട് ഇറക്കുന്ന ഇതുപോലത്തെ ഊളകളാണ് യഥാർത്ഥത്തിൽ ജാതീയ വിവേചനം നേരിടുന്നവർക്ക് പോലും ശാപം എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോക്കെങ്കിൽ നാളെ ഞാനോ നിങ്ങളോ പോയി ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിച്ചിട്ട് വന്നിട്ട് ഇതേപോലെ ഞാനൊരു താഴ്ന്ന ജാതിക്കാരി ആയതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നങ്ങ് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ പറ്റുമോ? എന്റെ സുഹൃത്തുക്കളെ, ഈ ജാതിക്കാട് ഇതുപോലുള്ള ഫ്രോഡ് കേസുകളിലേക്കൊക്കെ വലിച്ചിഴച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ആ പരിഗണനയ്ക്ക് അർഹരായവരെയാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിക്ക് കുറച്ച് നാൾ മുമ്പുണ്ടായ അനുഭവം ഓർമ്മയില്ലേ? അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ മധു. ഇവർക്കൊക്കെയാണ് അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങളോ അധിക്ഷേപങ്ങളോ അനീതികളോ നേരിടുന്നവർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. അല്ലാതെ കട്ടും മോഷ്ടിച്ചും നടക്കുന്നവർക്കും കഞ്ചാവ് കേസിലെ പ്രതികൾക്കുമൊക്കെ നമ്മൾ പുരോഗമനവാദികളാണെന്ന് ഭാവിക്കാനായി ഈ പിന്തുണ, ജാതിയുടെ പേരിലുള്ള ഈ പിന്തുണ കൊടുത്താൽ നാളെ ഈ പ്രിവിലേജിൽ പലതും നമ്മളടക്കമുള്ളവർ അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 2025 ജാതി മതം എന്നൊക്കെ പറഞ്ഞ് വേർതിരിവ് കാണിക്കുന്നവരാരാണ്? നിങ്ങൾ സ്കൂളിൽ ചെന്ന് കൂട്ടുകൂടുമ്പോൾ, പൊതുമധ്യത്തിൽ ചെല്ലുമ്പോൾ ഈ പറയുന്ന ജാതി നോക്കി അകലം പാലിച്ചിട്ടാണോ നടപ്പ്? അല്ലല്ലോ. എന്നാൽ ഇപ്പോൾ അല്ലെങ്കിലും ഉടനെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ മറന്ന അവർണ സവർണ മനോഭാവമൊക്കെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ജാതിയുടെ പേരിൽ ഇവിടെ വീണ്ടും ലഹളകൾ നടക്കും, ചോരപ്പൊഴി ഒഴുകും. ഞാനിത്ര ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നല്ലേ? നമ്മൾ മറന്ന ആ ജാതിബോധവും മതബോധവും വീണ്ടും എവിടെ നിന്നോ പൊന്തി വരുന്നുണ്ട്. എവിടെ നിന്നോ എന്നല്ല, പലരും അതിനുവേണ്ടി ഒരു ഭാഗത്ത് കഠിന പരിശ്രമത്തിലാണ്. പ്രത്യേകിച്ചും യൂത്തിന്റെ സെൻസേഷനായ വേടൻ. ഞാൻ ഈ പറയുന്നത് ഭൂരിഭാഗം ആൾക്കാർക്കും പിടിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ വേടന്റെ ചില കാഴ്ചപ്പാടുകൾ ഈ സമൂഹത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല എന്ന്? അതായത് നമ്മൾ മറന്ന ജാതിബോധമൊക്കെ പുള്ളി വീണ്ടും നമുക്കുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുവാണ്. പലരിലും അത് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്, മറ്റു ചിലർക്കാകട്ടെ ജാതിബോധം വളർത്തുകയാണ്. അല്ലെങ്കിലും വേടന്റെ ഒരു റാപ്പില്ലേ, ഞാൻ പാണനല്ല പുലയനല്ല എന്ന് തുടങ്ങുന്നത്, ആ റാപ്പ് കേൾക്കും വരെ നിങ്ങളിൽ എത്ര പേർക്ക് ഈ പാണൻ പുലയൻ എന്നൊക്കെയുള്ള ജാതി പേര് അറിയുമായിരുന്നു? വേടനെ കണ്ണും പൂട്ടി ആരാധിക്കുന്നവർ എനിക്ക് നേരെ തിരിയുമെന്ന പൂർണ്ണ ബോധം എനിക്കുണ്ട്. എന്നിട്ടും ഞാനിതിവിടെ പറയാൻ കാരണം നാളെ ഇവിടെ ജാതിയുടെ പേരിൽ വീണ്ടും വളർന്നു വരാൻ പോകുന്ന വേലികളെ കുറിച്ച് ഓർത്തിട്ടാണ്. എന്റെ സഹോദരൻ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇരിക്കുമ്പോൾ പറഞ്ഞു, ചേച്ചി ഇത് എന്തിനുള്ള പുറപ്പാടാ, വേടൻ ഫാൻസിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുമെന്ന്. ഞാനപ്പോൾ പറഞ്ഞു,
ആയിക്കോട്ടെ, എനിക്ക് ചെയ്യാനാവുന്നത് ഞാൻ ചെയ്യുന്നു, ആ സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക, അല്ലാത്തവർ ധൈര്യത്തോടെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുക. ദാറ്റ്സ് ഓൾ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്നാൽ, എന്ത് തെറ്റും മറയ്ക്കാനുള്ള മറയായി ജാതിയെ ഉപയോഗിച്ചാൽ ദളിതർ എന്നും താഴ്ന്നവനായി തന്നെ തുടരും. തെറ്റ് ആരുടെ ഭാഗത്താണോ അവരെ തള്ളിപ്പറഞ്ഞ് ഈ സമൂഹത്തിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ശരി, തെറ്റുകളെ ജാതി നോക്കി അളക്കാതെ സത്യം നോക്കി വിലയിരുത്താൻ പഠിക്കുക. എല്ലായിടവും ജാതിയല്ല കയ്യിലിരിപ്പാണ് മനുഷ്യരോടുള്ള എതിർപ്പിന് കാരണമാകുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നടൻ വിനായകന്റെ വിഷയം എടുത്താലും വേടന്റെ വിഷയം എടുത്താലും ഇപ്പോഴത്തെ ഈ 3 യുവതികളുടെ കാര്യം എടുക്കുകയാണെങ്കിലൊക്കെ ജാതി കൊണ്ട് മറയ്ക്കുകയാണ് അവർ ചെയ്ത തെറ്റുകളെയൊക്കെ. വിനായകനെ ആളുകൾ തള്ളിപ്പറഞ്ഞത് അയാളുടെ കയ്യിലിരിപ്പ് കാരണമാണ്. ആള് അസാധ്യ നടനാണ്. എന്നാൽ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം വായിലിരിപ്പ് കാരണം മാറ്റി നിർത്തപ്പെടുമ്പോൾ ഒരു വിഭാഗം അതിനെ ജാതീയവൽക്കരിച്ച് റൂട്ട് മാറ്റി വിടാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ വേടനെ കഞ്ചാവ് കേസിന് പിടിച്ചപ്പോൾ, പിന്നെ അതുപോലെ പുലിപ്പല്ല് കേസിനൊക്കെ പിടിച്ചപ്പോൾ അവന്റെ ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടല്ലേ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് ഫാൻസി ഇളകി വന്നു. ഇപ്പോ ഇവിടെയാണെങ്കിലും 69 ലക്ഷം മുക്കിയ ഈ 3 പേരെ ഇപ്പൊ ജാതിപ്പേരും പറഞ്ഞ് വിശുദ്ധകളാക്കാൻ നോക്കുകയാണ് ചിലർ. എല്ലാവരുടെയും കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണോ ഇതുപോലെ മാറി മാറി വരുന്നത്. സത്യത്തെ ഉൾക്കൊള്ളാനും മനുഷ്യനെ തിരിച്ചറിയാനും സാധിക്കുന്ന പുതിയ ഒരു തലമുറയാണ് നമുക്കിവിടെ ആവശ്യം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് വേറെ എന്തൊക്കെയോ ആണ്. ആരാധനയും സ്നേഹവും ഒക്കെ നമുക്ക് വേണം, അതൊക്കെ നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ തിരിച്ചറിവാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതില്ലെങ്കിൽ എല്ലാം പോയി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായാലും അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ. പുതിയ വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.